ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പറഞ്ഞ് ഫൈനലി ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഇന്നാണ് ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോകേണ്ട ദിവസം. ഇന്നാ പോകാൻ പറഞ്ഞത്. ഇനി പോയിട്ട് ഡോക്ടർ എന്നാ പറയുന്നതെന്നറിയില്ല. അതിന് മുന്നേ ഒരു ദിവസം പോയിട്ട് പലതെല്ലാം പൊരിച്ച് സെറ്റാക്കാനല്ല അന്നത്തെ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആ ഡോക്ടർ വരിക. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ പോയിട്ട് ഇന്ന് പല്ലെല്ലാവരും വൃത്തി നോക്കിക്കോ, ഇനി ഇങ്ങനെ കാണൂല. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ പല്ലുള്ളത്. അപ്പോൾ ഞാനും അമ്മയും കൂടെ നടക്കുന്നു. ഇവിടുന്ന് ഓട്ടോ കിട്ടിയാൽ ഓട്ടോന് പോവാം അല്ലേ? ഇവിടുന്ന് തന്നെ കിട്ടിയാലും പിന്നെ കുറച്ച് നടന്നിട്ട് പിന്നെ ഓട്ടോ പിടിക്കുന്നതിൽ കാര്യമില്ല. നമുക്ക് അവിടെ എത്തൂലേ? നോക്കാം, 2 മിനിറ്റ് നിന്ന് നോക്കാം. സമയമുണ്ട്. അത്ര 11 മണിയാകുമ്പോൾ എത്താനാ പറഞ്ഞേ. തൽക്കാലത്തേക്ക് ഓട്ടോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഏതായാലും നടക്കാൻ തീരുമാനിച്ചു. ഒരു 2 വളവേ ഉള്ളൂ. എന്നാലും ഓട്ടോ കിട്ടി അതിന് മുമ്പിൽ വരെ വെയിലുള്ളാണ്ട് നടക്കാലോ എന്ന് വെച്ചിട്ടാണ്. ഇനി ഏതായാലും ഓട്ടോ വേണ്ടല്ലേ? ഒരു 2 വളവ് കഴിഞ്ഞാലായില്ലേ? സമയമുണ്ട് നമുക്ക്. 1.5 മണിക്കൂർ മുന്നേ ഇറങ്ങി. സമയം ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ എത്തുമ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഓരോരാൾക്കും സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്. മുന്നേ നമ്മൾ പോകുമ്പോൾ ഇത്ര മണിക്ക് വന്നാൽ മതി എന്ന് പറയും. ഇത് മന്ത്ലി ഒരു ദിവസം മാത്രമേ ഈ ഡോക്ടർ വരുള്ളൂ, ഓർത്തോഡോണ്ടിസ്റ്റ്. അപ്പോൾ അന്ന് നല്ല തിരക്കായിരിക്കും. ഓരോ ആൾക്കാർക്കും സമയം കൊടുത്തുകൊണ്ട് അതാത് സമയത്ത് വന്നാൽ മതി. എനിക്ക് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിട്ടാ. അപ്പോൾ ഞാൻ ഡോക്ടറോട് വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പാവം ഡോക്ടർ സമ്മതിച്ചു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ഞാൻ അമ്മയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഇങ്ങനെ എടുത്താൽ മതി, അങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നന്ദീഷ് ഷെട്ടി എന്നാണ് എൻ്റെ ഡോക്ടറിൻ്റെ പേര്. മലയാളിയല്ല കേട്ടോ. ഇങ്ങനെ അത്യാവശ്യം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ചെറുതായിട്ട് മലയാളം പറയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ ഹെൽപ്പ് ചെയ്യും നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ നല്ല കോപ്പറേഷൻ ആയിരുന്നു, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. എല്ലാം വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ഹാപ്പി ആയി വെച്ചിട്ട് എല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സംഭവം വളരെ പെട്ടെന്ന് തീരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു 1 മണിക്കൂറൊക്കെ വേണ്ടി വരുന്ന വിചാരിച്ചത്. പക്ഷേ വേഗം തീരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര വേഗം ആവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. ഡോക്ടർ നല്ല സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓരോ പല്ലിനും ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. പിന്നെ എന്തെല്ലോ ലൈറ്റ് ഒക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഒരു ഗമ്മ് തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലൈറ്റെല്ലാം അടിച്ച് സെറ്റാക്കുക. പിന്നെ ഒരു നേരത്തെ കമ്പി അതിൻ്റെ ഉള്ളിലേ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തീരുന്നുണ്ട്. ആ ഒട്ടിക്കണ ബ്രേസസ് എല്ലാം ആദ്യം കാണിച്ചു തന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്തു തരാം കേട്ടോ, പറയാം കേട്ടോ. കുറേ ആൾക്കാർ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് എങ്ങനെയാണ്, കോസ്റ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് പല കോസ്റ്റിനും ഉണ്ട്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെയാണ് എത്ര പൈസ എമൗണ്ടിൻ്റെ വേണമെന്ന്. അതിന് ഓരോന്നിനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ താല്പര്യം പോലെ ആയിരിക്കും ഡോക്ടർ ചെയ്തു തരിക. അവിടെ കിടക്കുമ്പോഴെല്ലാം അത് ചെയ്യുന്നതിൻ്റെ ടെൻഷനല്ല കേട്ടോ എനിക്ക് ഉണ്ടായ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവുമോ, മുറിവില്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനായിരുന്നു കൂടുതൽ ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ അവിടെ പോകുമ്പോൾ അത് കുറച്ച് സമാധാനമായി. കാരണം എന്നെക്കാളും ചെറിയ മക്കൾ വരെ ഉണ്ട് ഇങ്ങനെ കമ്പിയിലിട്ട് സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, അവർ വരെ ഇടുന്നില്ലേ എന്നുള്ള കാര്യം. അങ്ങനെ ഫൈനലി അത് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു എണീറ്റോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് താഴെ ഇടുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഫൈനലി ആ ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ടെൻഷൻ അടിച്ച് കയറിയെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. അമ്മ എനിക്ക് പേടിയാവുന്നു, ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷേ വീഡിയോ എടുക്കാൻ നിന്നതുകൊണ്ട് അമ്മ എല്ലാം ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല, എല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട്. അങ്ങനെ ഫൈനലി ക്ലിപ്പ് ഇട്ടോ. എങ്ങനെയുണ്ട് അമ്മ? കുഴപ്പമില്ല. മേലെ മാത്രമേ ഇട്ടിട്ടുള്ളൂ, താഴെ പിന്നെ മതി എന്നാ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല, താഴെ ഇല്ലാത്തതുകൊണ്ട്. ഇനി താഴെ പിന്നെ നോക്കിയിട്ട് ഇടാന്നാ പറഞ്ഞു. ഇപ്പം വേണ്ട, താഴെ അധികം ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് കുറച്ച് ഇതായിട്ട് താഴെ മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് സമാധാനമായി. അപ്പം ഇനി നേരെ വീട്ടിലേക്ക്. വലിയ കുഴപ്പമില്ല, ഇപ്പം വലിയ കുഴപ്പമില്ല. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന അറിയുന്നുണ്ട്. അധികം ഫ്രിക്ഷൻ ആവാണ്ട് നോക്കിയാൽ മതി. അപ്പോൾ വലിയ കുഴപ്പമില്ല. താഴെ ഇടാത്ത നന്നായി വന്നു ആദ്യം തന്നെ. അപ്പോൾ താഴെ മേലെയും കൂടെ ആവൂലേ. എന്നെ കാണിക്കല്ല. മോൾ ചേച്ചി
മീനെന്നാന്ന് ഒന്നുമില്ല. എന്തേ ഇന്ന് മേലെ മാത്രം, താഴെ ഇപ്പൊ വേണ്ട. എങ്ങനെയുണ്ട് ഇച്ചു? എങ്ങനെയുണ്ട് നോക്കിട്ട് പിന്നെ കൊണ്ടുവന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ? ഇച്ചിന് ഇഷ്ടായിനാ? കൈ വേനെടുക്കും. തിരിച്ചു വീട്ടിലെത്തിയേ. ഫുഡിന്റെ ഒന്നും അധികം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നാരുള്ളതും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ളത് ഇങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നത് അങ്ങനത്തെ എല്ലാം കഴിക്കണ്ടെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം കഴിക്കാം. നിങ്ങൾ അവരാണെങ്കിൽ മുന്നേ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഫുഡ് എന്തെല്ലാം കെയർ ചെയ്യേണ്ടതെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം. പിന്നെ ഒരു നമ്മുടെ ഒട്ടിക്കാനുള്ള സാധനവും തന്നിട്ടുണ്ട്. മെഴുക് പോലത്തെ വാക്സ് പോലത്തെ സാധനം. അഥവാ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് മുറിവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒട്ടിച്ച് വെക്കാനുള്ള വാക്സും തന്നിട്ടുണ്ട്. അപ്പൊ അത്രയെല്ലാം വേറെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. താഴെ പിന്നെ നോക്കിയിട്ട് ഇടാന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് മന്ത് ടൈറ്റ് ചെയ്യാൻ പോണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഇന്ന് പല്ലിന് കമ്പിയിട്ടിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. വലിയ കുഴപ്പമില്ല. എന്നാലും ഈ രണ്ട് പല്ലും അതുപോലെ ഈ രണ്ട് പല്ലിനും ഒരു മുകളിലേക്ക് ഒരു ഇങ്ങനെ കുറ്റി പോലെ നിൽക്കുന്നുണ്ട് ഒരു സാധനം, ഒരു കമ്പിയെ. അത് തട്ടിയിട്ട് ഇവിടെ ചെറുങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. അത് നല്ല വേനയുണ്ട്. വാക്സ് വെച്ചിട്ടുണ്ട്. എന്നാലും ഇന്നലെ രാത്രി ആകുമ്പോഴേ വേന തുടങ്ങി. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് നല്ലോണം ആയിട്ടുണ്ട്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇന്ന് നിച്ചൂട്ടി അങ്കൻവാടി പോയിട്ടുണ്ട് കേട്ടോ രാവിലെ. എന്നിട്ട് അവിടെ ആക്കിയിട്ട് വന്നു. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല നിച്ചൂട്ടി നിൽക്കുന്നുള്ള കാര്യം. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് കൂട്ടാൻ വരാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ പോയിക്കോന്ന് പറഞ്ഞിട്ട് ടാറ്റയും ഉമ്മയിലും തന്നിട്ട് വിട്ടു. അപ്പൊ ടീച്ചറോട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നിൽക്കണ്ട, പോയിക്കോ, അങ്ങനെ ശീലാവും വേണമല്ലോ. അപ്പൊ ഏട്ടനാണെങ്കിൽ അങ്ങനെ നിൽക്കൂല വെച്ച് നമ്മളവിടെ കൊണ്ടുവിട്ടിട്ട് ഏട്ടൻ വേറെ അവസ്ഥയിൽ പോയിനി. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് അവളാണ് തന്നെ ഇവിടെ കൊണ്ടുവിട്ടത് കേട്ടോ. അതുകൊണ്ട് വേഗം എത്തി. ഞാൻ ഫോണും അടുത്ത് വിളിച്ചോണ്ട് നിൽക്കുന്നു. ടീച്ചർ വിളിക്കുന്നുണ്ടെങ്കിൽ വേഗം പോണല്ലോ. അപ്പൊ എനിക്ക് ഇടിയിട്ടിട്ട് എന്തോ പോലെ നിച്ചു ഇല്ലാത്തോണ്ട് എന്തോ സങ്കടമില്ല വരുന്നത് സത്യം പറഞ്ഞാല്. അങ്ങനെ ഒരു ഒച്ചയൊന്നും ഇല്ലല്ലോ. വീട്ടിലാണെങ്കിൽ ആരുമില്ല, ഏട്ടനും ഇല്ല, അച്ഛനും അമ്മയും ഇല്ല. അവരിപ്പം പോയതാണ് അച്ഛനും അമ്മയും. പക്ഷെ എന്തോ എനിക്ക് ഉള്ളിൽ കയറാൻ തോന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ ഇരിക്കുകയാണ്. ടീച്ചർ വിളിച്ചാല് പോണം. ഏട്ടൻ പറഞ്ഞു അങ്ങനെ ഉച്ചക്ക് പോകണ്ട, നമുക്ക് ടീച്ചറെ വിളിച്ച് നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുവാന്ന്. എന്തായാലും ഇരിക്കട്ടെ, ശീലാവണ്ടേ. അങ്കൻവാടിയിൽ നിന്ന് ടീച്ചർ വിളിച്ചിന് കേട്ടാ. നിച്ചൂട്ടിക്ക് ചെറുങ്ങനെ കളിച്ച് മതിയായിട്ടുണ്ട്. ചെറുങ്ങനെ ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ദിവസമല്ലേ, അതുകൊണ്ട് 2-3 ദിവസം ഇങ്ങനെ ആയിക്കോട്ടെ, ഉച്ചക്ക് വന്ന് കൂട്ടിക്കോന്ന് പറഞ്ഞിട്ട് വിളിച്ചിന്. അതുകൊണ്ട് ഞാൻ കൂട്ടാൻ പോകുന്നു. അപ്പോൾ ഏട്ടൻ പഞ്ചായത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് പോയിട്ട് കൂട്ടാന്ന് പറഞ്ഞേ. നടന്നിട്ട് പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അങ്കൻവാടി അടുത്തല്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് നിച്ചുവിനെയും കൊണ്ട് ഇങ്ങോട്ട് എന്തായാലും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഏട്ടൻ വേറെ വഴിക്ക് പോകണം. നമ്മളെ വീട്ടിലാക്കിയിട്ട് ഏട്ടൻ പോയിക്കോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏട്ടൻ വരുമ്പോഴേക്ക് ഞാൻ ഈ റോഡിൽ പോയി നിൽക്കട്ടെ. സ്ലൈഡിലും ബിൽഡിംഗ് ബ്ലോക്കിലും എല്ലാം കളിച്ചിന് എന്റെ കണ്ണൻ. എന്നിട്ട് മതിയായി പോയാ കളിച്ചിട്ട്. സാരല്ല, അമ്മ വന്നില്ലേ അപ്പോഴേക്ക് കൂട്ടാൻ? വന്നില്ലേ കൂട്ടാൻ? പിന്നെന്താ വെച്ചന അമ്മ എത്തൂല വിചാരിച്ചിനാ? അങ്ങനെ വിചാരിക്കണ്ടപ്പ. എന്റെ പൊന്നിനെ കൂട്ടാ അമ്മ ഓടി വരൂലേ? എനിക്കറിയല്ലേ കേട്ടാ. അമ്മ ഡോക്ടറെ അടുത്ത് പോയതല്ലേ, എന്നിട്ട് അമ്മ വന്നില്ലേ മോളെ കൂട്ടാൻ? ഓക്കെ ആയില്ലേ ഇപ്പം? നമ്മളെ വീടെത്താനായിട്ടാ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തായിരുന്നു. പല്ലിന് കമ്പിയിട്ട വിശേഷങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കില്ല, ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. അപ്പൊ ഇത് ഓക്കെ ആവുന്നതിനനുസരിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോസ് എല്ലാം ഇടാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വേഗം ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ ഇനി കമ്പി ഇടാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കമ്പി ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഇട്ടോ കേട്ടോ. നമ്മൾ ഡിലേ ആവും തോറും അതിന്റെ ബുദ്ധിമുട്ട് കൂടുകയും അതുപോലെ തന്നെ കുറെ നാള് വീണ്ടും ഇടേണ്ടി വരികയും ചെയ്യുമല്ലോ. ഞാൻ ഇത്
കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 4-5 വർഷം മുന്നേ തുടങ്ങിയതാണ്. ഇടാ വിചാരിച്ച് അങ്ങനെ നീണ്ടു പോയതാണ്. പണ്ടേ ഇട്ടിനെങ്കിൽ ചിലപ്പം ഇത്രയും പല്ല് പൊന്തലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വേഗം ഇട്ടോ കേട്ടോ. എന്തായാലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ചെറിയ പ്രശ്നം ഒന്നാണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ എന്തായാലും ഇടണം എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഇട്ടോ കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നിച്ചൂട്ടിന്റെ അംഗൻവാടിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. പ്രവേശനോത്സവം ഉണ്ട് അത്ര കേട്ടോ, നമ്മൾ അന്ന് മാറ്റി വെച്ചിട്ട് അതെല്ലാം നടത്താനുണ്ട് അത്ര. അതിന്റെ വിശേഷങ്ങളായിരിക്കും മിക്കവാറും അടുത്ത വീഡിയോയിൽ വരാനിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.